അടുത്ത കാലത്തെങ്ങും ഇതുപോലൊരു മത്സരം പിറന്നിട്ടുണ്ടോ? ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മത്സരങ്ങളിൽ ഒന്നിനാണ് പഞ്ചാബിലെ മഹാരാജ യഡ്വീന്ദ്ര സിംഗ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അത്രയ്ക്കും ആവേശകരമായിരുന്നു പഞ്ചാബ് കിങ്സും നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം. മത്സരത്തിൽ ടോസ് വിജയിച്ച പഞ്ചാബ് നായകനായ ശ്രേയസ് അയ്യർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമായിരിക്കാം ഒരുപക്ഷെ മനസ്സിൽ, തങ്ങളുടെ ബാറ്റിംഗ് കരുത്തുകൊണ്ട് കൂടുതൽ റൺസ് നേടി കൊൽക്കത്തയെ വീഴ്ത്തുക എന്ന്. എന്നാൽ കാര്യങ്ങളെല്ലാം നേരെ വിപരീതമായിരുന്നു. 111 റൺസിന് കൊൽക്കത്ത ഓൾ ഔട്ട്. സുനിൽ നരൈനും ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയും ആന്റിക് നൂർജയുമെല്ലാം അടങ്ങുന്ന കൊൽക്കത്തൻ ബൗളിംഗ് നിര പഞ്ചാബ് ബാറ്റർമാരെ വരിഞ്ഞുമുറുക്കിയപ്പോൾ രണ്ടക്കം കടന്നത് വെറും 4 താരങ്ങൾ മാത്രം. ചെറിയ റൺസ് പഞ്ചാബിന്റെ തോൽവി ഉറപ്പിച്ചു. പഞ്ചാബ് ആരാധകർ പോലും തോൽവി ഉറപ്പിച്ച നിമിഷങ്ങൾ. എന്നാൽ കൊൽക്കത്തയുടെ മറുപടി ബാറ്റിംഗിൽ തന്റെ ബൗളർമാരെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ശ്രേയസ് അയ്യർ എന്ന നായകൻ കൊൽക്കത്തൻ ബൗളർമാർ തങ്ങളെ എങ്ങനെ വീഴ്ത്തിയോ അതേ നാണയത്തിൽ തന്നെയും അവരെയും വീഴ്ത്തുന്ന കാഴ്ചയ്ക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. യുസ്വേന്ദ്ര ചഹലും മാർക്കോ ജാൻസനും ഹർഷീപ് സിംഗുമെല്ലാം മിന്നിത്തിളങ്ങിയപ്പോൾ കൊൽക്കത്തയ്ക്ക് തോൽക്കുകയല്ലാതെ വേറെയൊന്നും വഴിയില്ലാതെ വന്നു. അവസാനം വമ്പൻ അടികളിലൂടെ മത്സരം തിരിച്ചുപിടിക്കാനായി ആന്ദ്രെ റസൽ ശ്രമിച്ചുവെങ്കിലും മാർക്കോ ജാൻസൺ റസലിന്റെ കുറ്റി തെറിപ്പിച്ചതോടെ അതിനും അവസാനം.